ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വേദാസ് എന്താണെന്ന് നിനക്കറിയാമോ? സത്യത്തിൽ അറിയാമോ? അല്ലെങ്കിൽ അറിയാമെന്ന് തോന്നുന്നുണ്ടോ? പൂജ ചെയ്യാനുള്ള പുസ്തകങ്ങൾ എന്നാണ് വിചാരിക്കുന്നതോ? പറയാൻ കേൾക്കൂ. വേദാസിൽ എന്താണുള്ളതെന്ന് ശരിക്കും മനസ്സിലായാൽ നീ ഷോക്കാവും. വേദ എന്നത് അറിയുക എന്നർത്ഥം, പ്യോർ നോളേജ്. നമ്മുടെ പൂർവികർ ധ്യാനം ചെയ്തു, കണ്ണുകൾ അടച്ച് ഡിവൈനിൽ നിന്ന് നേരിട്ട് നോളേജ് ലഭിച്ചു. അവർക്ക് ഇന്റർനെറ്റ് ഇല്ല, ഗൂഗിൾ ഇല്ല, പക്ഷെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു മുകളിലുള്ളവനോട്. അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്, കേട്ടത് എന്നർത്ഥം. എഴുതിയതല്ല, റിസീവ് ചെയ്തതാണ്. സിമ്പിളായി പറഞ്ഞാൽ ഗോഡ്സ് ഓൺ വേർഡ്സ്. ഇനി കേൾക്കൂ ട്വിസ്റ്റ് ഇവിടെ. വേദാസ് 4, ഒന്നിന് ഓരോ ഫീൽഡ്. ഋഗ്വേദ ക്രിയേഷൻ, സാമവേദ മ്യൂസിക്, യജുർവേദ റിച്വൽസ് ലോജിക്, അഥർവവേദ മെഡിസിൻ, ആയുർവേദ ഇതിൽ നിന്നാണ് വന്നത്. ഇവയെ ജസ്റ്റ് പ്രെയർ ബുക്സ് എന്ന് കരുതിയാൽ തെറ്റാണ്. സയൻസ്, അസ്ട്രോണമി, മ്യൂസിക്, ഫിലോസഫി എല്ലാം ഇതിലുണ്ട്, വളരെ പഴയകാലം മുതൽ. അറിയാമോ, അവൻ ഉപനിഷത്ത് വായിച്ചിരുന്നു. വേൾഡ്സ് ടോപ്പ് സയന്റിസ്റ്റ് പോലും ഇതിൽ നിന്ന് പഠിച്ചു. നമുക്ക് ഇനിയും അറിയില്ല. മിസ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീരാം.